ഇന്നൊരു മിനി വ്ളോഗായാലോ, ഒരു ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ പോലെ. ഹസ്ബൻഡിൻ്റെ വീട്ടിൽ കുറച്ച് ദിവസം നിൽക്കാൻ വേണ്ടിയിട്ട് പോകുമായിരുന്നേ. അപ്പോൾ കുറച്ച് കടികളൊക്കെ ആക്കിയിട്ട് കൊണ്ടുപോകാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ രാവിലെ തന്നെ ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങാൻ ഇറങ്ങിയതാണ് കേട്ടോ. ആദ്യം തന്നെ പോയി കുറച്ച് പച്ചക്കറികളൊക്കെ വാങ്ങിയതിന് ശേഷം കണ്ണൂർ ആയിക്കരയിലേക്ക് പോയി. നല്ല ഫ്രഷ് ചെമ്മീനൊക്കെ ഉണ്ടായിരുന്നു. ചെമ്മീനോടെ അയക്കാൻ വേണ്ടി അത് വാങ്ങിച്ചു. പിന്നെ കല്ലുമ്മക്കായും വാങ്ങിച്ചു, ചിക്കനും വാങ്ങിച്ചിട്ടാണ് ഞങ്ങൾ വന്നിട്ടുണ്ടായത്. അത്യാവശ്യം നല്ല ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വീട്ടിലെത്തി ഫ്രഷായി വരുമ്പോഴത്തേക്കും ഓരോരോ കടികളുടെയൊക്കെ ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ചെമ്മീനടക്ക് വേണ്ടിയുള്ള ചെമ്മീൻ പൊരിച്ചിട്ടുണ്ടായിരുന്നു, കല്ലുമ്മക്കായി ഓൾറെഡി ആയിട്ടുണ്ടായിരുന്നു, പിന്നെ ക്യാരറ്റ് പോലെ ഏകദേശം ആയിട്ടുണ്ടായിരുന്നു, ചെമ്മീനടയും ആക്കി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ചട്ടിപ്പത്തിരി കൂടി ആക്കണമായിരുന്നു. അപ്പോൾ അതിൻ്റെ മസാലക്കുള്ള പണികളും അതൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നമ്മൾ ആയ കടികളൊക്കെ പാക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കല്ലുമ്മക്കായും ക്യാരറ്റ് പോലെയൊക്കെ ഓൾറെഡി ആയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം അതൊക്കെ ഓരോന്നും ഇങ്ങനെ ഓരോ കവറിലിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ 2-3 കടികൾ ഏൽപ്പിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കട്ട്ലറ്റും റോളും അതുപോലെ തന്നെ വേറൊരു സ്പെഷ്യലായിട്ടുള്ള കടികളൊക്കെ അത് ഞാൻ പോകുന്ന വഴിക്ക് വാങ്ങി ട്രെയിനിലാണ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടെ എത്തിയപ്പോഴത്തേക്കും അവിടുത്തെ ഓരോ പണികൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പത്തലും കറിയും അതുപോലെ നല്ലൊരു അടിപൊളി മട്ടൻ സൂപ്പ് ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത്യാവശ്യം കുറേ അംഗങ്ങളുള്ളൊരു വീടായതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഓരോന്നും നമ്മളിങ്ങനെ പ്ലേറ്റിലൊക്കെ വിളമ്പിയിട്ടൊക്കെ ആയിരുന്നു എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നല്ല അടിപൊളിയായിട്ടായിരുന്നു നോമ്പ് പറഞ്ഞിട്ടുണ്ടായത്. റാഹത്തെ.